ഞാൻ പറയുന്നു ഈ ബുക്കിന് നിങ്ങളുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിനെ 180 ഡിഗ്രി ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഒറ്റ ബുക്ക് വായിക്കാൻ മാത്രമേ സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന പുസ്തകമാണ് ജെയിംസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ്. നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ഈ പുസ്തകം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഗുഡ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം ആൻഡ് യു വാണ്ട് ടു ബ്രേക്ക് യുവർ ബാഡ് ഹാബിറ്റ്സ് ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പെർഫെക്റ്റ് പാർട്ട്ണറാണ് ആറ്റോമിക് ഹാബിറ്റ്. ഈ പുസ്തകം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും. ബട്ട് ഹൗ? പക്ഷെ എങ്ങനെ? ഹൗ ടു ഹാക്ക് യുവർ ബ്രെയിൻ. ഓതർ പറയുന്നത് there are 4 steps to build good habits and break bad ones. ഒന്നാമത്തെ പോയിന്റ്, മേക്ക് ഇറ്റ് ഒബ്വിയസ്. നിങ്ങളുടെ ഗുഡ് ഹാബിറ്റ്സിനെ ട്രിഗർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളെ കാണാനോ തൊടാനോ പറ്റുന്ന രീതിയിൽ വെക്കുക. ബാഡ് ഹാബിറ്റ്സിനെ തിരിച്ചും അങ്ങനെയല്ല, കാണാനോ തൊടാനോ പറ്റാത്ത രീതിയിൽ വെക്കുക. നിങ്ങളുടെ ബ്രെയിൻ വിഷ്വൽ ക്യൂസിനെയാണ് ട്രിഗർ ചെയ്യുക. സോ യു വിൽ മോസ്റ്റ് ലൈക്ലി ടു ഡു ദാറ്റ് വിത്തൗട്ട് മോട്ടിവേഷൻ. രണ്ടാമത്തെ പോയിന്റ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നിങ്ങളുടെ ഹാബിറ്റ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഇറ്റ് മസ്റ്റ് ഫീൽ ഡിസൈറബിൾ ഓർ റിവാർഡിംഗ്. നിങ്ങളെ മാടി വിളിക്കണം. ഈ ക്രേവിങ്സ് നിങ്ങൾക്ക് ഡിസയറോ ഒരു മോട്ടിവേഷനോ തരും. എക്സാമ്പിൾ, നിങ്ങൾ ട്രെഡ്മില്ലിൽ കയറിയിട്ട് കാർഡിയോ ചെയ്യുമ്പോൾ മാത്രമേ നെറ്റ്ഫ്ലിക്സ് കാണൂ. ഇവൻച്വലി അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു, മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ്. മൂന്നാമത്തെ പോയിന്റ്, മേക്ക് ഇറ്റ് ഈസി. നിങ്ങളുടെ ഹാബിറ്റ്സിനെ മാക്സിമം ഈസിയർ ആക്കാൻ നോക്കുക. ഈസിയർ ദ ഹാബിറ്റ്സ് ദ മോർ ലൈക്ലി യു ആർ ടു ഡു ഇറ്റ്. എക്സാമ്പിൾ, ഞാൻ ഇന്ന് ഷൂ ഇടുകയാണെന്നെങ്കിൽ ഉറപ്പായിട്ടും ഓടാൻ പോകുന്നു തീരുമാനിക്കുകയാണ്, ഓടാൻ പോവും ചെയ്യുന്നുണ്ട്. ഇവൻച്വലി ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മേക്ക് ഇറ്റ് അൺഈസി. കിട്ടാത്ത പോലെ വെക്കുക. ഇറ്റ് വിൽ ബ്രേക്ക് ഇവൻച്വലി. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു കുപ്പി വാങ്ങണം. നിങ്ങൾക്ക് ബൈക്ക് എടുത്ത് പോയി വലിയ ക്യൂവിൽ നിന്നിട്ട് പൈസ കൊടുത്തിട്ട് ഇത് വാങ്ങണം. ഇതൊരു വലിയ പണിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവൻച്വലി ഇത് ബ്രേക്ക് ആവും. നാലാമത്തെ പോയിന്റിൽ, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. നിങ്ങളുടെ ഗുഡ് ഹാബിറ്റ്സിന് സ്വയം ഒരു റിവാർഡ് നൽകുക. ഗിവ് യുവർ സെൽഫ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് സോ യുവർ ബ്രെയിൻ വിൽ ഡു ഇറ്റ് അഗെയിൻ. ഈ പുസ്തകം ചുമ്മാ വായിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം ഒന്നും മാറാൻ പോണില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്ത് ഈ പുസ്തകം നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരും. ആൻഡ് ട്രസ്റ്റ് മീ, ഈ പുസ്തകത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും. എനിക്കറിയാം, ഒരുപാട് പേര് ആൾറെഡി ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിരിക്കും ഈ പുസ്തകം. ഇത് വായിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം, അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമുക്കൊന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ ശരി, ബൈ.